പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജൂൺ 22-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ഇന്നത്തെ മക്കളുടെ യാത്ര അവരുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. ഈശോയെ, രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്, പത്രം കൊടുക്കാൻ പോകുന്നവരുണ്ട്, മഴയത്ത് പോകുന്നവരുണ്ട്, വിശന്ന് പോകുന്നവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോയെ, ജലജന്യ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ പീഡിപ്പിച്ചിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈശോയെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവേ, ഭൂമിയിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, നീ എന്നും ആശങ്കപ്പെട്ടിരുന്ന ഒറ്റ ഒരു കാര്യം, മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമി വിശ്വാസം ഉണ്ടായിരിക്കുമെന്നാണ്. ഇപ്പോൾ നീ പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവെ, എല്ലാ രാജ്യങ്ങളിലും ഉള്ളവരെ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
വിശ്വാസം സ്വീകരിക്കാത്ത രാജ്യങ്ങളെ വിശ്വാസം സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാസത്തിൽ 33 ഭാഷകളിലുള്ള പത്രങ്ങളുമായി ചുവന്നു നടന്ന് കർത്താവിനെ വേല ചെയ്യുന്നവർ, അവരുടെ അനുഭവം പറയുന്നവരെ, ആ അനുഭവം പറഞ്ഞ് വിശ്വാസം കൈമാറുന്നവരെ ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഉടമ്പടി ചെയ്തിരിക്കുന്നവരെ, പുതുക്കിയിട്ടും പുറത്തുക്കിയിട്ടും അവരുടെ ചില കാര്യങ്ങൾക്ക് നീക്കപ്പൊക്കില്ലാത്തവരെ ഇന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സ്പോർട്ടുകാരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, വസ്തുവകൾ സാധനങ്ങൾ കയറ്റി അയക്കുന്നവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഈ യുദ്ധം മൂലം കെടുതി മൂലം കർത്താവെ തകർന്ന ബിസിനസ്സിന് തകർന്ന മുകളിലുള്ളവർ തൊട്ട് താഴെയുള്ളവർ വരെ കർത്താവെ സാമ്പത്തികമായി വിഷമിക്കുന്നുണ്ട്. പൈസ എല്ലാം വിത്തുകളായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ളവർ കൂടുതൽ പട്ടിണിക്കാരായി മാറുന്നുണ്ട്, പരുവക്കേടായി തീരുന്നുണ്ട്. അവരെല്ലാം ആശ്വസിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവെ, പരസ്പരം അകന്ന് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. മാതാപിതാക്കന്മാരും മക്കളും തമ്മിൽ മാനസികമായിട്ട് അകന്നിരിക്കുന്നവരെ, വഴിപഴിച്ച ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ കർത്താവെ, സ്നേഹം മാത്രമാണ് വലിയ കാര്യമെന്ന് ഓർത്തുകൊണ്ട് ജീവിതം പണയം വെച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരെ കർത്താവെ അങ്ങ് ബുദ്ധിയും ബോധം വെപ്പിച്ച് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ എല്ലാ മക്കളും ഈശോനാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. ഇന്നത്തെ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ നീല മേലങ്കിയ നിങ്ങൾ പൊതിയപ്പെടുകയും അമ്മയുടെ മഴവില്ലേ സാന്നിധ്യത്തിൻ്റെ അടയാളം നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നിങ്ങളെ ചുഴന്നു നിൽക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാ സർവ്വസ്വരം നയിക്കുക. ആമേൻ. ദൈവവചനം പല സമയത്ത് പല തരത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒരു പുഴ, ഏറ്റവും വലിയ പുഴകളുണ്ടാണ്, ചെറിയ പുഴയുണ്ട്. ഇപ്പോൾ നമ്മൾ മണിമല ആറിനെ പോലെ ചെറിയ പുഴകളുണ്ട്, ആമസോൺ പോലുള്ള വലിയ പുഴകളുണ്ട്, അല്ലേ? അപ്പം ശാഖകൾ കുറയുന്നതനുസരിച്ചും അതുപോലെ തന്നെ ശാഖകൾ കൂടുന്നതനുസരിച്ച് വെള്ളം കൂടും, അല്ലേ? വെള്ളം കൂടുന്നതനുസരിച്ചുകൊണ്ട് കടൽ എവിടെയാണ് അവിടം വരെ ഇത് ഒഴുകും. ഇപ്പം കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകണ കണ്ടിട്ടില്ലേ? അപ്പം നമ്മുടെ വേമ്പനാട്ട് കായലൊക്കെ അങ്ങനെയാണ്. പമ്പാ നദിയൊക്കെ വന്ന് കായലിൽ വീണിരിക്കുകയാണ്. എന്നിട്ട് പിന്നെയും അത് ഒഴുകി പോണ കാണാം കടലിലോട്ട്, അല്ലേ? അരൂരൊക്കെ ചെല്ലുമ്പോൾ, കുമ്പളങ്ങിലൊക്കെ ചെല്ലുമ്പോൾ അത് പിന്നെയും ആ പുഴ, കായലല്ല, ആ പുഴയാണ് ഒഴുകണം. ശരിക്കും പെരിയാറും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. കായലിൽ വന്നിട്ട് പിന്നെ ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ കാനഡയിലൊക്കെ ചെന്നപ്പോൾ മലയിൽ നിന്ന് കായലിലേക്കും കായലിൽ നിന്ന് കടലിലേക്കും ഒക്കെ ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം കൂടുന്നതനുസരിച്ച് വെള്ളം അതിൻ്റെ ഒഴുക്ക് നിശ്ചയിക്കും. ഇതുപോലെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഒരുപോലെ പറഞ്ഞിട്ടുള്ള വചനങ്ങളുണ്ട്. ഒരേ അർത്ഥമായിരിക്കും. ലൂക്ക 6:38 നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ. അപ്പം ദൈവത്തിൻ്റെ ഒരു വെളിപാടാണത്. പിന്നെ എന്താണ്, വിതക്കുന്നത് തന്നെ കൊയ്യുമെന്ന് പറയത്തില്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് സെയിമല്ലേ? അത് 2 കൊരിന്ത്യർ 9:6 സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഇതാണ് വിഷയം. അതിനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ചെറിയ വചനവും വലിയ വചനം എന്ന് പറയുന്നത് ദൈവം അത് ആ ഐഡിയ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഐഡിയ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വലിയ വചനമെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? കൂടുതൽ കൃപ ആർജിക്കാൻ വേണ്ടി റെപ്പറ്റീഷനുള്ള വചനങ്ങളെ നോക്കിയിട്ട് അത് കൂടുതൽ ദൈവസ്നേഹത്തോടുകൂടി നമ്മളത് നിറവേറ്റും. ഇപ്പം എല്ലാ വചനവും നിസ്സാര കൽപ്പനയും ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞതേ. അപ്പം നിസ്സാര വചനമുണ്ട്, സാരമായ വചനമുണ്ട്, ചെറിയ വചനമുണ്ട്, വലിയ വചനമുണ്ട്. അപ്പം അതുപോലെ നിങ്ങൾ വചനമൊക്കെ വായിക്കണം നല്ലതാണ്. ആൾക്കാർ വായിക്കും. പക്ഷേ ആൾക്കാർ വചനം വായിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഞാനത്ര ഹാപ്പി ആകത്തില്ല. ഇപ്പോൾ വചനം എഴുതുന്നു എന്നൊക്കെ പറയത്തില്ലേ? എൻ്റെ അടുത്തൊക്കെ ആൾക്കാർ വചനം എഴുതിയിട്ട് 2-3 ബൈബിളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയാണ് വെച്ചാന്ന് പറയും. അപ്പോൾ ചിലർ ഭയങ്കര സന്തോഷമാണോ ഇങ്ങനെ എഴുതിയാണെന്നൊക്കെ പറയും. ഞാനങ്ങനെ അത്രയും വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. എന്താ വെച്ചാൽ വചനം എന്ന സംശയത്തോടും നമ്മൾ അത് എഴുതാൻ ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ അവൻ പറയണത് പോലെ ചെയ്യാനുള്ളതാണ്. അതാണ് സംഭവം.
വചനം വായിക്കണം എന്താണ്? അതിൻ്റെ മാർഗമാണ് വചനം വായിക്കണം, ലക്ഷ്യമല്ല. വചന ലക്ഷ്യം എന്താണ്? ഈ വായിക്കണ വചനം പോലെ ജീവിക്കണതാണ് ലക്ഷ്യം. അപ്പോൾ ഈ ജീവിതത്തോട് കറസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ വായന എടുത്തും ചില ആൾക്കാർ ഭയങ്കരമായ ഡിഗ്രി എല്ലാം എടുക്കല്ലേ, ഒത്തിരി 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് 16 MA 25 ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പേജ് നിറച്ച് ഡോക്ടർ അതായത് കല്യാണം കഴിക്കത്തില്ല, ഒരു പണിക്ക് പോകുകയില്ല, അങ്ങനെ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കരിസ്മാരിക് യുഗത്തിൽ വചനം കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് ചെണ്ടകൊട്ടും പോലെ പറഞ്ഞു പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള വർഗത്തെ കാണുന്നില്ല. എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ പറഞ്ഞു വചനം പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതവും നിലപാടുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അപ്പോൾ വചനം ഇങ്ങനെ പുറതെറ്റാതെ 1 by 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് പറയണതാണ് എന്ത് അഭിഷേകം എന്ന് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുമുണ്ട്. ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഞാൻ കർത്താവിൻ്റെ വചനം അത് എപ്പോഴും ആ വചനത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിവർത്തിയാക്കുന്നതിനെ കുറിച്ച്. യെശയ്യാ 55:10 എടുത്തേ. മഴയും മഞ്ഞും മഴയും മഞ്ഞും ആകാശത്തു നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് അതാണ് പ്രശ്നം. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അപ്പം അതുപോലെയാണ് കർത്താവിൻ്റെ വചനം. യെശയ്യാ 55:11 എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് വചനത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ എപ്പോഴും 3 ബൈബിൾ എഴുതുകയോ അല്ലെ 3000 വചനം കാണാൻ പഠിക്കുകയോ അല്ലെ 30,000 വചനം മയക്കി പിടിച്ച് പറയുകയോ അല്ല പ്രശ്നം. അത് ഓരോ വചനത്തിൻ്റെ ദൗത്യമുണ്ട്. അത് ജീവിതം കൊണ്ട് നിറവേറ്റാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്.